പോർക്ക് റോസ്റ്റ് ശരിയായിട്ടുണ്ട്. കായും പോർക്കും കൂടിയിട്ടുള്ള വെച്ചത്, നേന്ത്രക്കായും പോർക്കും കൂടിയിട്ടുള്ള വെച്ച്. ഓക്കെ, ഇതേപോലെ എല്ലാവരും ചെയ്യുക, ഉണ്ടാക്കുക, കഴിക്കുക. അത് കാണുന്നതോടൊപ്പം തന്നെ ലൈക്കും സബ്സ്ക്രൈബും തരിക, കമൻറ്റും തരിക, അറിയിപ്പിക്കുക. ഓക്കെ, ഇത് 2 കിലോ പോർക്കിൻ്റെ ഇറച്ചിന് അജ്മാന്ന് വാങ്ങിയതാണ്. അത് നന്നായി നല്ല ക്ലീനായിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ഇറച്ചിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വയ്ക്കാൻ പോകുന്നത് പോർക്കും നേന്ത്രക്കായും കൂടിയിട്ട് ഒരു വെപ്പ്, പിന്നെ ചിലപ്പോൾ അതിനൊന്ന് റോസ്റ്റും കൂടിയാക്കും, അധികം വെള്ളമില്ലാതെ കണ്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ അതിന് തയ്യാറാക്കാം. ഓക്കെ, ഷാജിമാവ് രുചികേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാദ്യം ജസ്റ്റ് ഒന്ന് വേവിക്കുന്നുണ്ട്. തരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കും. ഓക്കെ, അതിൽ കുറച്ച് ഉപ്പിടും. കുറച്ച് മുളക് പൊടി, ഫസ്റ്റ് 1 സ്പൂൺ മുളക് പൊടിയുള്ളൂ. ഓക്കെ, സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ വേണ്ട, 1/2 സ്പൂൺ മതി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇവനൊന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കി. ഓക്കെ, ഇതിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തിട്ട് ഒറ്റ ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഓക്കെ, ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും. അപ്പോൾ ഇത് ഒന്ന് ഇട്ടിട്ടൊന്ന് മിക്സാക്കുക. ഓക്കെ, എല്ലാതും ഒന്ന് ഇളക്കാൻ മിക്സാക്കിയിട്ട് ഒറ്റ ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒരു 4-5 വിസിൽ വന്നാൽ നന്നായി വെന്തിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അടുത്ത കൂട്ട് നമുക്ക് പറയാം. തൽക്കാലം വെച്ചിട്ട് കണ്ട് മൂടിയിട്ട് വയ്ക്കും. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള അതൊക്കെ തയ്യാറായിട്ടുണ്ട്. സവോള, 2 സവോള, വലിയ സവോള, ഒരു 8 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി, ഒരു 3 പച്ചമുളക്, കുറച്ച് ഒരു 5 കുത്തുമുളകിൻ്റെ വലിയ മുളകില്ലേ, ഉണങ്ങിയ മുളക്, വേപ്പില കുറച്ച്, മല്ലിയില അത്യാവശ്യത്തിന്, ഇഞ്ചി കഷ്ണം. ഓക്കെ, അപ്പോൾ അത് ഐറ്റംസ്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഇത് പൊടി ഐറ്റംസ്. ഇതിലേക്ക് ഒരു കായും കൂടി എടുത്തിട്ടുണ്ട്. കാരണം ഒരു കായ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കായ കൂടി പോരാൻ തോന്നിയപ്പോൾ ഒരു കായം കൂടി, 2 നേന്ത്രക്കായ. അപ്പോൾ ഇത് നമ്മൾ പാകം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കുക്കറിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പാകം ചെയ്തിട്ട് അതിന് ശേഷം അതിലിടാം. ഓക്കെ, അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു അത്യാവശ്യത്തിനൊരു ഇതൊരു 50 ഗ്രാമെങ്കിലും വെളിച്ചെണ്ണ ഒഴിക്കണം. ഓക്കെ, വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് സവാള ഇടാം. സവാള ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ചെറുതായി ഇളക്കിയിട്ട് ഒന്നൊന്ന് ഇതാവുന്ന കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് അതിന് ശേഷം കുറച്ച് ഇഞ്ചി ഉണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി ഇടുക. വേപ്പില കുറച്ചുണ്ടാവിടുക. കുത്തുമുളകുണ്ട്, അതിൻ്റെ മുഴുവനാക്കുക. ഓക്കെ, ഇതിനൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം
സ്വല്പം ഉപ്പിൻ്റെ പൊടി ഇടണം. ഉപ്പിൻ്റെ കുറച്ച് മതി, കുറച്ച് മതി. കട്ടനാവാനായിട്ട് അടച്ച് വയ്ക്കുക. അത് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സവാള ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിൽ മസാലകൾ ഇടാം. മസാല നമ്മൾ കൂട്ടി വെച്ചുള്ള മസാലയല്ലേ, അത് മൊത്തം അതിലിടാം. ഈ വണ്ണം മൊത്തം മസാലയിൽ ഇടേണ്ടതാണ്. ഓക്കെ, അതൊന്ന് കഴിഞ്ഞ ശേഷം ഇതിൽ 1.5 സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, 1.5 സ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് 1.5 സ്പൂൺ, പാകാവട്ടെ. പിന്നെ മസാല ഒരു 3/4 സ്പൂണ്, മഞ്ഞൾപ്പൊടി 3/4 സ്പൂണ് പാകമായി വന്നതിന് ശേഷം സ്വല്പം അതിൽ കുത്തുമുളകുണ്ട്, അതൊരു 1.5 സ്പൂൺ. അതുള്ള ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ ഇതിൽ മസാല ഉടയാൻ വേണ്ടി. തക്കാളി ഉടഞ്ഞ് നന്നായിട്ടൊന്ന് ഉടയണത്, നല്ല അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നന്നായി ഒന്ന് ഉടഞ്ഞ് വന്നിട്ട് പിന്നെ കായൊന്ന് അതിൽ മിക്സ് ചെയ്യണം. അപ്പോൾ കായക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കും. അതിന് ശേഷം ഇറച്ചി ഇടുക. ഓക്കെ, ഒന്ന് ആകട്ടെ. നമ്മുടെ ഫോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫോർക്കും നേന്ത്രക്കായും റോസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ഇതൊന്ന് പറയണ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അതിന് ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.